ഹായ് ഓൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹെൽബസ് വിക്കി. എടാ പിന്നെ പലരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എയർപോർട്ട് ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് പിന്നെ മാനേജ്മെന്റുമായി ബന്ധം എയർപോർട്ടിലേക്കുള്ള ജോലി സാധ്യതകളെ പറ്റി പല കുട്ടികൾ ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യം, പിന്നെ ഒരു എയർപോർട്ടിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ ഏത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എയർപോർട്ടിലെ ജോലി സാധ്യതകൾ എന്തെല്ലാം. അപ്പൊ ഞാൻ എന്റെ മുന്നത്തെ ഒരു വീഡിയോ തൊട്ട് മുന്നേ ഞാൻ ചെയ്ത് നമുക്ക് നമ്മുടെ പാഷൻ എങ്ങനെ തിരിച്ചറിയുന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. ഞാനും ഒരു ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞ് ഒരു 6 മാസം എയർപോർട്ടിൽ ജോലി ചെയ്തവരാണ്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ആ ജോലി ക്വിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ടീച്ചിങ്ങിൽ എത്തിയത്. ഞാൻ പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, പാഷൻ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സാധനം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു എൻ്റെ പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ആ ജോലി ക്വിറ്റ് ചെയ്തു, ഞാൻ എൻ്റെ ടീച്ചിങ്ങിലേക്ക് ഞാൻ വന്നു. അതുപോലെ തന്നെ ഏവിയേഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം, പലരും ചോദിക്കുന്ന ആദ്യത്തെ കാര്യം, ഒരു BBA ഏവിയേഷൻ കോഴ്സാണ് പലരും പ്രിഫർ ചെയ്യുന്നത്. BBA ഏവിയേഷൻ കോഴ്സ് ചെയ്താലാണോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ ജോലി കിട്ടുക എന്നുള്ളൊരു സാധ്യത. അപ്പം നിങ്ങൾ എയർപോർട്ട് ജോലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോസ്റ്റ് ജോലിക്ക് ഒഴിവ് വരുമ്പോൾ ഒരിക്കലും അവിടെ എന്ത് പറയാറില്ല, BBA ഏവിയേഷൻ കോഴ്സിൽ ഒരാൾക്ക് മാത്രമേ അവിടെ ജോലി കിട്ടൂ എന്നൊരു പിന്നെ ക്ലോസ് അവർ വെക്കാറില്ല. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ആണ് അവർ ബേസിക് ക്വാളിഫിക്കേഷൻ വെക്കാറില്ല. ഗ്രാജുവേഷൻ വെക്കും, അതിൻ്റെ കൂടെ തന്നെ നല്ല ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന മേഖല ഒരു ഇന്റർനാഷണൽ മേഖലയാണ്, പല രാജ്യത്തുള്ള പല ആളുകൾ അവിടെ എത്തുന്ന മേഖലയാണ്. അപ്പോൾ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, ആളുകളെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ഹോസ്പിറ്റാലിറ്റി ഏരിയ കൂടിയാണ് ഈ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 24/7 വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്. അവിടെ ലോകത്തിന് പല ഭാഗത്തു നിന്ന് ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ്. പല ആളുകളെ അതിൽ അവരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റാലിറ്റി കൂടി നമ്മൾ ഇതിൽ നിന്ന് കാണാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ഏവിയേഷൻ BBA ഏവിയേഷൻ എടുക്കണോ വേണ്ട എന്നുള്ള ചോദ്യം ആയിരിക്കും പലരുടെയും ഒരു കൺഫ്യൂഷനായി വരിക. അപ്പോൾ ശരിക്കും BBA ഏവിയേഷൻ എടുക്കാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്യൂർലി നിങ്ങളുടെ എയിം എയർപോർട്ട് എന്താണ് ഏവിയേഷൻ മേഖലയാണ്, എയർപോർട്ട് മാനേജ്മെന്റ്, എയർപോർട്ടിൽ ഒരു ജോലി ചെയ്യണം എന്നാണ് എൻ്റെ ഇന്റൻഷൻ, വേറെ ഒന്നും എൻ്റെ ഉള്ളിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് എന്ത് ചെയ്യാം, BBA ഏവിയേഷൻ എടുക്കാം. കാരണം BBAയുടെ കൂടെ ഏവിയേഷൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന മേഖല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ്. അപ്പോൾ ആ മേഖലയെ പറ്റി A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. കാരണം എയർപോർട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ അവിടെ ജോലിക്ക് പോയ സമയത്ത് എനിക്ക് അവരുടെ ഒരു 1 month ട്രെയിനിങ്, നമുക്ക് ആ 1 month ട്രെയിനിങ്ങിലാണ് നമ്മൾ അവിടുത്തെ പല കോഡുകൾ അവിടെ, കാരണം എല്ലാ മേഖലയും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. കൃത്യമായ നമ്മുടെ DGCI നമുക്ക് നൽകുന്ന ഒരു ID കാർഡ് ഉണ്ട്. ID കാർഡിൽ ഓരോ ലെറ്ററും ഓരോ മേഖലയിൽ ആക്സസ് കാണും. കൃത്യമായ നമ്മുടെ CIS ആളുകൾ ഉണ്ടായി അവിടെ, അവർ കൃത്യമായി നമ്മുടെ നോക്കും, നമ്മുടെ ID നോക്കും. ഈവൻ റാമ്പിലേക്കാണെങ്കിലും നമ്മുടെ എയർപോർട്ടിന്റെ ഉള്ളിലുള്ള സ്ഥലമാണെങ്കിലും എല്ലാ സ്ഥലത്തേക്കും പോകണമെങ്കിൽ കൃത്യമായ ആക്സസ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രെയിനിങ്ങിലൂടെ നൽകുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഇനി BBA ഏവിയേഷൻ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് ആ ഒരു മേഖലയെ പറ്റി എന്ത് ചെയ്യാൻ സാധിക്കും, പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇത് എവിടെ എടുക്കണം, പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്നലെ എനിക്ക് ഒരു മെസ്സേജ് ഒരു കാര്യം, എനിക്ക് പുറത്തു പോയി പഠിക്കാനും താല്പര്യമില്ല, കേരളത്തിൽ തന്നെ പഠിക്കാൻ എനിക്ക് ഇഷ്ടം, അവിടെ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചവർ. അപ്പൊ അവിടെ എനിക്ക് അവരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഈ കോഴ്സ് പഠിച്ചു എന്ന് വിചാരിക്കാം, അവിടെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ പുറത്ത് പോയി ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു എത്ര മാൻഡേറ്ററി ആവുന്ന സന്ദർഭത്തിലാണ്, നമ്മൾ അത് നിർബന്ധമാകുന്ന സന്ദർഭത്തിൽ ലാംഗ്വേജ് മെച്ചപ്പെടുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലത്തെ രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ നമുക്ക് ഇതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. കേരളത്തിൽ നമുക്ക് എത്ര എയർപോർട്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ണൂർ എയർപോർട്ട് ഉണ്ട്, ഇറ്റ്സ് നോട്ട് വലിയ വർക്കിംഗ് എന്നല്ല, വലിയൊരു ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല, അത് ജസ്റ്റ് ഒരു റീജിയണൽ നമ്മുടെ ഒരു പിന്നെ എയർപോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കുള്ളത് കോഴിക്കോടാണ്, പിന്നെ കൊച്ചിയാണ്, തിരുവനന്തപുരമാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി എയർലൈൻസ് വന്ന് പോകുന്ന സ്ഥലം കൊച്ചിയാണ്. ബാക്കി കമ്പാരിറ്റീവ്ലി ഒക്കെ വളരെ ചെറിയ ഫ്ലൈറ്റ് ആണ്. കോഴിക്കോടാണ് തന്നെ വളരെ റയർലി ചെറിയ ഫ്ലൈറ്റ് മാത്രം വന്ന് പോകുന്ന സ്ഥലമാണ്. ഇവിടെയൊന്നും നമുക്ക് അധികം നമുക്കൊരു ഒരു ജോലി സാധ്യത ഉണ്ട്, കാരണം നമുക്ക് അത്ര ആൾ മതി. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇനി ഒരു ഇന്ത്യയിലെ ഏറ്റവും പുറത്തുള്ള ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, പിന്നെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ഇത്തരത്തിലുള്ള വലിയ എയർപോർട്ടിലേക്ക് അവിടേക്കാണ് ജോലി സാധ്യതകൾ ഇന്ത്യയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ബാംഗ്ലൂർ ജോയിൻ ചെയ്യുന്നത് ഒരുപാട് തവണ ഞാൻ ആഗ്രഹിച്ചു നാട്ടിലേക്ക് മാറാന്നില്ല, പക്ഷെ ഇവിടെ ഒന്നും എന്തില്ല സാധ്യതകൾ. കാരണം ഇവിടെ അത്ര ചെറിയ എയർപോർട്ടാണ്, ഇവിടെ സാധ്യതകൾ കുറവാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ മേഖലയിൽ ശോഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എയർപോർട്ട് മാനേജ്മെന്റ് നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, നിങ്ങൾ പുറത്ത് പോയി പഠിക്കണം. നിങ്ങൾ പുറത്ത് പോയി ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ദ ബെസ്റ്റ് സ്ഥലത്ത് നിങ്ങൾ പോയി പഠിക്കുന്നു, കൃത്യമായ ലാംഗ്വേജ് നിങ്ങൾ സെറ്റപ്പ് ആക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം, ഞാൻ എൻ്റെ ജോലി സാധ്യത ജസ്റ്റ് ചിലപ്പോൾ 1 വർഷമോ 2 വർഷം നിങ്ങൾ ചിലപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലോ അല്ലെങ്കിൽ പിന്നെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിലോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ജോലി ചെയ്യും. ആഫ്റ്റർ നിങ്ങളെ കാത്ത് വലിയൊരു കരിയർ നിങ്ങളുടെ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. അബ്രോഡ്, ദുബായ് പോലത്തെ ഒരുപാട് രാജ്യങ്ങൾ, എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്ത പല ആളുകൾ ഇന്ന് വർക്ക് ചെയ്ത് ദുബായിലാണ്. അവിടെ വലിയൊരു ജോലി സാധ്യത നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. പല സ്ഥലത്തും പല വിദേശ രാജ്യങ്ങൾ അവിടെ വലിയൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ പോലെ എയർപോർട്ടല്ല, വലിയ
ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് വലിയ വലിയ എയർപോർട്ട്, അവിടെ ഒരുപാട് ജോലി സാധ്യതകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു BBA അല്ലെങ്കിൽ ഏവിയേഷൻ കോഴ്സ് പഠിച്ചിട്ട് നമ്മളെ നാട്ടിൽ തന്നെ ജോലി കിട്ടണമെന്ന് നിങ്ങൾ വിചാരിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ആ ഒരു ഇന്റൻഷനോടെ നിങ്ങൾ ജോലി ചെയ്യുന്നെങ്കിൽ ഇതിന്റെ ഒരു സ്കോപ്പ് സാധ്യത കുറവായിരിക്കും എന്നായിരിക്കും എൻ്റെ ഒരു പരിമിതമായ അറിവിന് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി സാധിക്കുക. ബേസിക്കലി ഈ രണ്ട് കാര്യങ്ങൾ ബെസ്റ്റ്, നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, കൃത്യമായി നിങ്ങൾ സെറ്റ് ചെയ്യണം. അതുപോലെ എനി ഡിഗ്രി ഈസ് ഇനഫ്, നിങ്ങളൊരു ഏത് ഡിഗ്രി ആയാലും മതി. ഇനി നിങ്ങൾ ഏവിയേഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അത്രയും ആഗ്രഹം അവിടെ ഏവിയേഷൻ കോഴ്സ് എടുക്കാൻ തന്നെയാണെങ്കിൽ പിന്നെ ദർ ഇസ് നോ ഡൗട്ട് നിങ്ങൾ BBA ഏവിയേഷൻ തന്നെ എടുക്കാം, അതിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഡിഗ്രി എടുക്കണമെന്ന് ചോദിക്കാൻ ചില ആളുകൾ, ഡിഗ്രി എടുത്താലേ ഉള്ളൂ നിങ്ങൾ ഡിഗ്രി എടുക്കുമ്പോൾ നിങ്ങളുടെ അവിടെ ജോലിക്ക് ചേരുമ്പോൾ നിങ്ങളുടെ ലെവൽ മാറാം. നിങ്ങളൊരു +2 ക്വാളിഫിക്കേഷനുള്ള ഒരാളും ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ അവിടെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ സാലറി മാറും, നിങ്ങളുടെ പൊസിഷന്മാരൊക്കെ മാറും. അപ്പോൾ ഒരു കൂടുതൽ നിങ്ങളുടെ കരിയർ കുറച്ചും കൂടി പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷന് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഈ ഒരു ഏവിയേഷൻ കോഴ്സ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കണം, നല്ല ഗ്രൂമിങ്, നല്ല വൃത്തിയുള്ള ആളായിരിക്കണം. വൃത്തി ഇൻ ദ സെൻസ് നല്ലൊരു ഗ്രൂമിങ് നമുക്ക് അവിടെ വേണം. അതുപോലെ തന്നെ ആളുകളുമായിട്ട് നല്ല രീതിയിൽ എത്ര ദേഷ്യം അവർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാലും അവരെ നിങ്ങൾ കൂളയിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അവരെ വളരെ കാമാക്കി സംസാരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഏവിയേഷൻ വേണോ വേണ്ടേ, അവരൊരിക്കലും എയർപോർട്ടിൽ ആളുകൾ ഏവിയേഷനുള്ള കോഴ്സുള്ള ആളുകൾ എടുക്കുന്നു ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ആ ഒരു മേഖലയെ പറ്റി കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു കോഴ്സ് ഏതായിരിക്കും? BBA ഏവിയേഷൻ കോഴ്സ് ആയിരിക്കും. ഇനി കേരളത്തിൽ പഠിക്കണോ പുറത്ത് പഠിക്കണോ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സാധ്യത നിങ്ങൾ കേരളത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇറ്റ്സ് ഇനഫ്. നേരെ മറിച്ച് നല്ലൊരു കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഐ സജസ്റ്റ് പുറത്തുള്ള ഏതെങ്കിലും ഒരുപാട് ബെസ്റ്റ് കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോളേജിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എൻ്റെ നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ താഴെ കൊടുക്കും, നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. ആൻഡ് നിങ്ങളുടെ കൺസേൺസ്, ഇനി വേറെ ഏത് കോഴ്സിനെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻസും, കാരണം നിങ്ങൾ പലരും +2 കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. ഇനി ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വളരെ കുറവാണ്. കാരണം നിങ്ങളുടെ പരിമിതമായ നിങ്ങളുടെ അറിവിനുള്ളിൽ വെച്ച് നിങ്ങൾ പല കാര്യവും തീരുമാനിക്കാം. ചിലപ്പോൾ നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മനസ്സിലാക്കുക ഇതല്ല എൻ്റെ റൈറ്റ്, അല്ലെങ്കിൽ എൻ്റെ ചോയ്സ് ഇതല്ല, എൻ്റെ പാഷൻ ഇതല്ല, നമ്മൾ തിരിച്ചറിയും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മൊമെന്റ് ഉണ്ട്, കാരണം നമ്മളിപ്പോൾ ചെറിയ കുട്ടികളാണ്, പല കാര്യങ്ങൾ നമ്മൾ അങ്ങ് സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ആ ഗൈഡൻസ് പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് ഡയറക്റ്റ് ചോദിക്കാം. ആൻഡ് ഇതുപോലുള്ള ഒരുപാട് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചാനൽ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ കൺസേൺ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും തരിക. ആൻഡ് അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.